പ്രിയപ്പെട്ടവരെ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരുപാട് കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു. 10 വർഷക്കാലം MLA ആയും അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ, ഒരുമിച്ച് സൗഹൃദം പങ്കിടാനുള്ള അവസരമൊക്കെ ലഭ്യമായിരുന്നു. നമ്മുടെ കയ്പമംഗലത്ത് നിരവധിയായിട്ടുള്ള പരിപാടികൾ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം സഹായത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം പൊതുരംഗത്ത് സൃഷ്ടിക്കാനും നമുക്കെല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. വളരെ സങ്കുചിതമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായതൊഴിച്ചാൽ മറ്റൊന്നും നമ്മുടെ മണ്ഡലത്തെ ബാധിച്ചിട്ടില്ല. എല്ലാ രംഗത്തും മുന്നോട്ട് പോകുന്നതിനും ഇനിയും മുന്നോട്ട് കുതിക്കുന്നതിനുമുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനിയും ഇത്തരം വികസനങ്ങൾ, നാടിൻ്റെ നന്മയ്ക്കായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാകണം. ഞാൻ പലപ്പോഴും നമ്മുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷെ എല്ലാം പരിഹരിക്കപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും അങ്ങനെ പറ്റിയിട്ടില്ല എന്ന് തന്നെ. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസവും സന്തോഷവും അഭിമാനബോധവും എനിക്കുണ്ട് താൻ. എനിക്ക് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, സ്നേഹസമ്പന്നരായ അവരോട് നിരവധിയായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഓർമ്മകളുണ്ട്. ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പറവൂരിലേക്ക് പോകുന്നത്. ആ പറവൂരിലേക്ക് ഞാൻ പോകുമ്പോൾ ഒരു പുതിയ സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകളുടെ അടുപ്പമുള്ള ആളുകൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, അതുപോലെ ഉള്ള ഒരുപാട് ആളുകൾ പറവൂരിലുണ്ട്. എന്നെപ്പറ്റി അവരോട് പറയണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങൾ നൽകിയ പിന്തുണ എന്നും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മാർച്ച് 14 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് MLA ഓഫീസിൽ നിന്ന് പറവൂരിലേക്ക് യാത്ര പുറപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിലുണ്ടാകണം എന്ന് സവിനയം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.